തൃശൂർ നഗരം. ചമയ പ്രദർശനവും സാമ്പിൾ വെടിക്കെട്ടും നാളെ. സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി പൂരനഗരിയിൽ മോക്ക് ഡ്രിൽ നടത്തി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ടായ ദുരന്തത്തിന് കാരണം സർക്കാരിന്റെ പിടിപ്പുകേടാണെന്ന് ബിജെപി മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് UDF വിട്ടുനിന്നത് ആനമണ്ടത്തരമെന്നും സുരേന്ദ്രൻ. 180 ഗ്രാം MDMA-യുമായി 2 പേർ കൊടകരയിൽ പോലീസ് പിടിയിൽ. മയക്കുമരുന്ന് എത്തിച്ചിരുന്നത് ബാംഗ്ലൂരിൽ നിന്ന്. വാർത്തകൾ വിശദമായി. പൂരത്തിനൊരുങ്ങി തൃശൂർ നഗരം. സാമ്പിൾ വെടിക്കെട്ട് നാളെ. പൂരം വെളിപ്പാടകലെ നിൽക്കെ തൃശൂർ ഒരുങ്ങിത്തുടങ്ങി. ചമയ പ്രദർശനത്തിനും നാളെ തുടക്കമാകും. നാളെയും മറ്റന്നാളും ചമയ പ്രദർശനമുണ്ടാകും. നാളെ രാത്രിയാണ് സാമ്പിൾ വെടിക്കെട്ട്. നെയ്തലക്കാവിലമ്മ തെക്കേ ഗോപുരനട തുറക്കുന്ന പൂരം വിളംബരം തിങ്കളാഴ്ച നടക്കും. ചമയ പ്രദർശനവും സാമ്പിൾ വെടിക്കെട്ടും ഉൾപ്പെടെയുള്ള പൂരചടങ്ങുകൾ TCV തത്സമയം സംപ്രേഷണം ചെയ്യും. തൃശൂർ പൂരത്തോടനുബന്ധിച്ച് സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി പൂരനഗരിയിൽ മോക്ക് ഡ്രിൽ നടത്തി. പോലീസ്, ഫയർഫോഴ്സ്, വാട്ടർ അതോറിറ്റി, ആരോഗ്യവകുപ്പ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു മോക്ക് ഡ്രിൽ നടത്തിയത്. സബ് കളക്ടർ അഖിൽ വി മേനോൻ, തഹസിൽദാർ T ജയശ്രീ, തൃശൂർ ഫയർ ഓഫീസർ വൈശാഖ്, ACP സലീഷൻ ശങ്കർ എന്നിവർ സന്നിഹിതരായിരുന്നു. തൃശൂർ പൂരവിളംബരം നടത്തി കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നിന്ന് ആരംഭിച്ച പൂരവിളംബരം ജയരാജ് വാര്യർ ഉദ്ഘാടനം ചെയ്തു. നിശ്ചല ഗജവീരന്റെയും വർണ്ണക്കുടകളുടെയും അകമ്പടിയോടെയായിരുന്നു പൂരവിളംബരം. കോർപ്പറേഷനിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര ശക്തൻ നഗറിൽ സമാപിച്ചു. തുടർന്ന് മേയർ ശക്തൻ തമ്പുരാന്റെ പ്രതിമയിൽ പുഷ്പമാല ചാർത്തി. മേയർ MK വർഗീസ്, കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വർഗീസ് കണ്ടംകുളത്തി, PK ഷാജൻ, കൌൺസിലർമാരായ ശ്രീലാൽ ശ്രീധർ, സിന്ധു ആൻഡോ ചാക്കോള എന്നിവർ നേതൃത്വം നൽകി. ഉമ്മടപ്പൂരം എന്ന പേരിൽ പ്ലാസ്റ്റിക് ആനയെ ഇറക്കി തൃശൂർ പൂരത്തെ തൃശൂർ കോർപ്പറേഷൻ ഭരണസമിതി അപമാനിച്ചുവെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ J. പല്ലൻ പറഞ്ഞു. ഉദ്യോഗസ്ഥരെ നിർബന്ധിച്ച് ഘോഷയാത്രയിലും കലാപരിപാടികളിലും തൃശൂർ കോർപ്പറേഷന് പുറത്തുള്ള കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടത്തുന്ന വിരുന്ന് സദ്യയിലും പങ്കെടുപ്പിച്ച് തൃശൂർ കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥരെ ജോലി ചെയ്യാൻ അനുവദിക്കാതെ അപ്രഖ്യാപിത അവധി നൽകിയിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ J. പല്ലൻ കുറ്റപ്പെടുത്തി. കോർപ്പറേഷനിൽ സേവനങ്ങൾക്ക് വേണ്ടിവരുന്ന ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന നടപടികൾക്കെതിരെ കേരള ചീഫ് സെക്രട്ടറിക്കും തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറിക്കും പരാതി നൽകുമെന്ന് രാജൻ J. പല്ലൻ പറഞ്ഞു. അതേസമയം ഘോഷയാത്രയിൽ റിമോട്ട് ആനയെ ഉപയോഗിച്ചതിൽ പ്രതിഷേധിച്ച് BJP ചടങ്ങ് ബഹിഷ്കരിച്ചു. മേളക്കാരും പ്രതിഷേധമറിയിച്ചു. പ്രസിദ്ധമായ തൃശൂർ പൂരത്തിന് ഒരു നൂറ്റാണ്ടിലധികമായുള്ള പതിവ് ഇക്കുറിയും തെറ്റിക്കാതെ റെയിൽവേ. പൂരത്തിന് ഈ വർഷവും താൽക്കാലിക സ്റ്റോപ്പുകളും അധിക സൗകര്യങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എറണാകുളം കണ്ണൂർ ഇന്റർസിറ്റി, കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവ്, തിരുവനന്തപുരം ഷൊർണൂർ വേണാട്, തൂത്തുക്കുടി പാലക്കാട് പാലരുവി എന്നീ എക്സ്പ്രസ് തീവണ്ടികൾക്ക് മെയ് 6-7 ദിവസങ്ങളിൽ ഇരുദിശകളിലും പൂങ്കുന്നത്ത് താൽക്കാലിക സ്റ്റോപ്പ് അനുവദിച്ചു. ഇതിനു പുറമെ തൃശൂർ, പൂങ്കുന്നം സ്റ്റേഷനുകളിൽ അധിക ടിക്കറ്റ് കൗണ്ടറുകൾ പ്രവർത്തിക്കും. യാത്രികരുടെ സഹായത്തിനും സുരക്ഷയ്ക്കുമായി കൂടുതൽ പോലീസ്, റെയിൽവേ സുരക്ഷാ സേനാംഗങ്ങളെയും റെയിൽവേ ഉദ്യോഗസ്ഥരെയും നിയോഗിക്കുമെന്ന് റെയിൽവേ അറിയിച്ചു. യാത്രികർ UTS ഓൺ മൊബൈൽ ആപ്പ് സൗകര്യം ടിക്കറ്റ് എടുക്കാൻ ഉപയോഗിക്കണമെന്ന് റെയിൽവേ അഭ്യർത്ഥിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ടായ ദുരന്തത്തിന് കാരണം സർക്കാരിന്റെ പിടിപ്പുകേടാണെന്നും ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നും BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് UDF വിട്ടുനിന്നത് ആനമണ്ടത്തരമെന്നും കെ സുരേന്ദ്രൻ. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു കെ സുരേന്ദ്രൻ. ഏഷ്യയിലെ മികച്ച ആരോഗ്യ കേന്ദ്രങ്ങളിലൊന്നായ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ദുരന്തമുണ്ടായത് സർക്കാരിന്റെ തികഞ്ഞ അലംഭാവവും കുറ്റകരമായ അനാസ്ഥയുമാണ് കാണിക്കുന്നത്. സംഭവം നടന്ന ഉടൻ ആരോഗ്യവകുപ്പോ ജില്ലാ ഭരണകൂടമോ ഒരു തരത്തിലും ഇടപെടാൻ തയ്യാറായില്ലെന്നതാണ് മരണസംഖ്യ ഉയരാൻ കാരണം. ആരോഗ്യകാര്യത്തിൽ കേരളം നമ്പർ 1 ആണെന്ന് ആവർത്തിച്ചു പറയുന്ന ആരോഗ്യമന്ത്രി
ദുരന്ത പശ്ചാത്തലത്തിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കണമെന്നും ദുരന്തത്തെക്കുറിച്ച് സർക്കാർ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിലുണ്ടായിട്ടുള്ള ദാരുണമായിട്ടുള്ള ദുരന്തം സർക്കാരിന്റെ പിടിപ്പുകേടിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. സർക്കാരിന്റെ തികഞ്ഞ അലംഭാവവും കുറ്റകരമായ അനാസ്ഥയുമാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജിന് അധികാരത്തിൽ തുടരാൻ മന്ത്രിയായിരിക്കാനുള്ള ധാർമ്മികമായിട്ടുള്ള അവകാശമില്ല. സർക്കാരിന്റെ തികഞ്ഞ പരാജയമായിട്ട് ഇതിനെ കണക്കാക്കണം. ആരോഗ്യമന്ത്രി അടിയന്തരമായി രാജി സമർപ്പിക്കും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പങ്കെടുത്തത് കേരള സർക്കാരിന്റെ ഔദാര്യത്തിലല്ല. കേന്ദ്ര സർക്കാരാണ് ഉദ്ഘാടന ചടങ്ങ് നിശ്ചയിച്ചത്. കേരളത്തിലെ ഏത് BJP പ്രസിഡന്റ് വന്നാലും ആക്ഷേപിച്ചും പരിഹസിച്ചും വായടപ്പിക്കുകയെന്ന തന്ത്രത്തെ BJP ഫലപ്രദമായി നേരിടും. പ്രധാനമന്ത്രി വരുന്നതിന് 1 മണിക്കൂറോളം മുൻപ് വേദിയിലും സദസ്സിലും എത്തണമെന്നത് SPG പ്രോട്ടോകോളാണ്. രാജീവ് ചന്ദ്രശേഖർ വേദിയിലിരുന്ന് മുദ്രാവാക്യമല്ല വിളിച്ചത്. ഭാരതമാതാ കി ജയ് എന്നത് പിണറായി വിജയൻ ഒഴികെ എല്ലാവരും വിളിക്കുന്നതാണ്. BJPക്ക് ഏത് അധ്യക്ഷൻ വന്നാലും അവരെ ആക്ഷേപിച്ചും കളിയാക്കിയും പരിഹസിച്ചും വായടപ്പിക്കാമെന്നുള്ള ഒരു തന്ത്രമാണ് കുറച്ചു കാലമായിട്ട് ഇവിടെ നടക്കുന്നത്. ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള സംസ്കാരത്തിന് നിരക്കാത്ത പ്രവൃത്തി ഏത് രാഷ്ട്രീയ പാർട്ടി ചെയ്താലും ഏത് മാധ്യമങ്ങൾ ചെയ്താലും അതിനെ നേരിടാനുള്ള ശേഷി കേരളത്തിലെ BJPക്കുണ്ട്. ഇന്നലത്തെ വിഴിഞ്ഞം തുറമുഖ പദ്ധതി ഉദ്ഘാടനത്തിന്റെ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള UDFന്റെ തീരുമാനം ആത്മഹത്യാപരമായ തീരുമാനമാണ്. വിഴിഞ്ഞം പദ്ധതിയിൽ ഉമ്മൻചാണ്ടിയുടെ പങ്കിനെപ്പറ്റി തങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. കേരളത്തിന്റെ വികസനത്തിന് കാരണമാകുന്ന വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടന ചടങ്ങ് UDF ബഹിഷ്കരിച്ചത് ആത്മഹത്യാപരമാണ്. കേരളത്തിലെ ജനങ്ങൾ സന്തോഷിക്കുന്ന ഒരു കാര്യത്തിലും UDF ഒപ്പമില്ല എന്നതിന് ഉദാഹരണം കൂടിയാണ് ഈ ബഹിഷ്കരണമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. TCV ന്യൂസ്, തൃശൂർ. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി പോലീസ് നടത്തിയ പരിശോധനയിൽ കൊടകര മേൽപ്പാലത്തിന് സമീപത്ത് 180 ഗ്രാം MDMA-യുമായി 2 പേരെ പിടികൂടി. വെള്ളാങ്കല്ലൂർ കല്ലംകുന്ന് ചിറയിൽ വീട്ടിൽ ദീപക് രാജു, പറവൂർ മൂത്തകുന്നം സ്വദേശിനി ദീക്ഷിത എന്നിവരാണ് പിടിയിലായത്. ബാംഗ്ലൂരിൽ നിന്നുമാണ് പ്രതികൾ മയക്കുമരുന്ന് എത്തിച്ചത്. ഇരിങ്ങാലക്കുട ഭാഗത്തെ പ്രധാന ലഹരി വിൽപ്പനക്കാരനായ ദീപക് മുൻപും ലഹരി മരുന്ന് കേസിൽ പിടിയിലായിട്ടുണ്ട്. ചില്ലറ വിപണിയിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന മുന്തിയ ഇനം രാസലഹരിയാണ് ഇവരിൽ നിന്നും പിടികൂടിയത്. മയക്കുമരുന്ന് വിതരണ മേഖലയിൽ ഡാർക്ക് മർച്ചന്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ദീപക് ആന്ധ്രാപ്രദേശിലെ ചിറ്റൂരിൽ 2021 10 കിലോ കഞ്ചാവ് കടത്തിയതിന് പിടിയിലായിരുന്നു. മുരിയാട് പഞ്ചായത്തിൽ ഗ്രാമവണ്ടി സർവീസ് ആരംഭിച്ചു. ആനന്ദപുരം എടയാറ്റുമുറിയിൽ ഗ്രാമവണ്ടിയുടെ ഫ്ളാഗ് ഓഫ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് സർവീസ് ആരംഭിച്ച് സിവിൽ സ്റ്റേഷൻ, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, താലൂക്ക് ആശുപത്രി തുടങ്ങി പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് എത്തിപ്പെടുന്നതിന് സൗകര്യം ലഭിക്കുന്ന തരത്തിൽ ഇരിങ്ങാലക്കുട മുതൽ നെല്ലായി വരെയാണ് ഗ്രാമവണ്ടിയുടെ സർവീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചെപ്പാറയിലെ അനധികൃത കയ്യേറ്റം ഒഴിപ്പിച്ച് ഭൂമി സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് CPMന്റെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിക്കും. 9, 10 തീയതികളിൽ തെക്കുംകര പഞ്ചായത്തിലാണ് വാഹന പ്രചരണ ജാഥ നടത്തുക. CPMന്റെ സമര കേന്ദ്രത്തിൽ തഹസിൽദാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ സംഘം സ്ഥലം സന്ദർശിച്ച് സമരക്കാരുമായി ചർച്ച നടത്തിയിരുന്നു. അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കാൻ നിയമപരമായി കഴിയാവുന്ന എല്ലാ നടപടി സ്വീകരിക്കുമെന്നും ഉദ്യോഗസ്ഥ സംഘം അറിയിച്ചു. 19ാം ദിവസത്തെ രാപ്പകൽ സമരത്തിന്റെ സമാപന പൊതുസമ്മേളനം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA, വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, CPM ജില്ലാ കമ്മിറ്റി അംഗം മേരി തോമസ്, തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തെറ്റായ ഒരു പ്രചാരവേല ഈ സമരത്തിന്റെ ഭാഗമായി കോൺഗ്രസിലെ ചില ആളുകൾ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അത് വസ്തുതയല്ല. അർഹതപ്പെട്ട കൈവശ ഭൂമിയുള്ള മുഴുവൻ ആളുകൾക്കും പട്ടയം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് സർക്കാരിന്റെ നയം എന്ന് ഞാൻ ഉറപ്പിച്ചു പറയാൻ ഈ സന്ദർഭത്തിൽ. ദേശീയപാത ശ്രീനാരായണപുരം പെരിയ ബസാറിൽ KSRTC ബസ് റോഡരികിലെ കുഴിയിലേക്ക് ചെരിഞ്ഞു. കോഴിക്കോട് നിന്നും യാത്രക്കാരുമായി പൊൻകുന്നത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സാണ് ഇന്നലെ രാത്രി അപകടത്തിൽപ്പെട്ടത്. ബസ്സിൽ വാതിൽ തട്ടി
യാത്രക്കാരിയായ കുട്ടിക്ക് നേരിയ പരിക്കേറ്റു. ദേശീയപാത നിർമ്മാണം നടക്കുന്നതിനാൽ 5-ാം പരുത്തി മുതൽ ഇടുങ്ങിയ ഒറ്റ വരിയിലൂടെയാണ് ഇവിടെ ഗതാഗതം. മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുത്തപ്പോഴാണ് KSRTC ബസ് അപകടത്തിൽപ്പെട്ടത്. ഒറ്റപ്പാലം മായന്നൂർ സംസ്ഥാന പാതയുടെ പാറമേൽപ്പടി സെന്ററിനും തൃത്തംതളി ക്ഷേത്രത്തിനും ഇടയ്ക്കുള്ള കുഴിയൻ തോടിന്റെ കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഗായത്രി പുഴയിലേക്കുള്ള പാലം ശോചനീയാവസ്ഥയിൽ. റോഡ് മണ്ണിട്ട് നികത്തി ഇരുവശങ്ങളും സഞ്ചാരയോഗ്യമാക്കിയിരുന്നു. എന്നാൽ നവീകരണം നടത്തി വീതി കൂട്ടിയ തോട്ടുപാലം അടിഭാഗം ഇടിഞ്ഞു തുടങ്ങി. റോഡ് വീതി കൂട്ടി നവീകരണം നടത്തിയപ്പോൾ പുതിയ ഭാഗത്ത് ബീമുകൾ നിർമ്മിക്കാതെയാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. ഒരു ഭാഗം കോൺക്രീറ്റ് ഇളകി കമ്പികൾ ദ്രവിച്ച നിലയിലാണ്. തകർച്ചാ ഭീഷണി നേരിടുന്ന പാലം അടിയന്തരമായി അറ്റകുറ്റപ്പണി നടത്തണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. തിരുവില്ലാമല പറക്കോട്ടുകാവ് താലപ്പൊലി മഹോത്സവത്തിന് നാളെ വൈകിട്ട് കൊടിയേറും. കൊടിയേറ്റത്തോടനുബന്ധിച്ച് സാമ്പിൾ വെടിക്കെട്ടും ഉണ്ടായിരിക്കും. തിരുവില്ലാമല പറക്കോട്ടുകാവ് താലപ്പൊലി സാമ്പിൾ വെടിക്കെട്ടിന് ADM അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് കോർഡിനേഷൻ കമ്മിറ്റി കോടതിയെ സമീപിച്ചിരുന്നു. നാളെ വൈകിട്ട് 8 മണിക്ക് സാമ്പിൾ വെടിക്കെട്ട് നടക്കും. ഈ മാസം 11-നാണ് താലപ്പൊലി. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളെ പഞ്ചായത്ത് സെക്രട്ടറിയും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന പ്രതിപക്ഷവും ചേർന്ന് അട്ടിമറിക്കുകയാണെന്ന് LDF ചൂണ്ടൽ പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. LDF നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതിക്കെതിരെ പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് LDF നേതാക്കൾ പറഞ്ഞു. പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭരണപരമായ തീരുമാനങ്ങൾ സെക്രട്ടറി നിരന്തരമായി തടസ്സപ്പെടുത്തുകയും കാലതാമസം വരുത്തിവെക്കുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷത്തെ കൂട്ടുപിടിച്ച് പഞ്ചായത്ത് സെക്രട്ടറി ജനാധിപത്യ വിരുദ്ധ നടപടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സെക്രട്ടറിയെ മാറ്റുവാൻ പഞ്ചായത്ത് ഭരണസമിതി യോഗം തീരുമാനമെടുത്ത് അധികൃതരെ അറിയിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് വ്യാജ ഒപ്പിട്ട് ഒരു രേഖയും ഹൈക്കോടതിയിൽ നൽകിയിട്ടില്ലെന്ന് പ്രസിഡന്റ് രേഖ സുനിൽ പറഞ്ഞു. ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ്, KA സൈഫുദ്ദീൻ, MB പ്രവീൺ, TC സെബാസ്റ്റ്യൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇനി പൂരം വരവായി. പൂരം വരവായി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് NTC ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ഇത് വെറും വിശ്വാസമല്ല, ഉറപ്പാണ്. ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. കോ സ്പോൺസേഡ് ബൈ ജോൺസ് ഹോണ്ട കാർസ്, സ്കൂട്ടേഴ്സ് ആൻഡ് ബൈക്സ് തൃശൂർ. നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കും. KSFE ഹാർമണി ചിറ്റ്സ്. മെഗാ സമ്മാനം 100 പേർക്ക് സിംഗപ്പൂർ യാത്ര. ശാഖാതല സമ്മാനം 25,000 പേർക്ക് 1,500 രൂപയുടെ ഫ്യൂവൽ കാർഡ്. തൃശൂർ പൂരത്തിന് മേളപ്രമാണിയാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പങ്കുവച്ച് പാറമേക്കാവിന്റെ ഇലഞ്ഞിത്തറ മേളപ്രമാണി കിഴക്കൂട്ട് അനിയന്മാരാരും തിരുവമ്പാടിയുടെ മേളപ്രമാണി ചേരാനെല്ലൂർ ശങ്കരൻകുട്ടിമാരാരും. തൃശൂർ പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മീറ്റ് ദി പ്രസിൽ സംസാരിക്കുകയായിരുന്നു മേളപ്രമാണിമാർ. തൃശൂർ പൂരത്തിന് തുടർച്ചയായ 3-ാം വർഷവും പാറമേക്കാവിന്റെ ഇലഞ്ഞിത്തറ മേളം കൊട്ടാൻ ഭാഗ്യം ലഭിച്ചത് ദൈവാനുഗ്രഹമായി കരുതുന്നതായി ഇലഞ്ഞിത്തറ മേളപ്രമാണി കിഴക്കൂട്ട് അനിയന്മാരാർ പറഞ്ഞു. തൃശൂർ പൂരത്തിന് പാറമേക്കാവിലും തിരുവമ്പാടിയിലും കൊട്ടിയ ഏക മേളപ്രമാണിയാകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും 36 വർഷം പാറമേക്കാവിനു വേണ്ടിയും 12 വർഷം തിരുവമ്പാടിക്ക് വേണ്ടിയും മേളം കൊട്ടാനായതായും അനിയന്മാരാർ പറഞ്ഞു. അതിൽ പങ്കെടുക്കുവാൻ പ്രമാണിയാവാൻ സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട്. ഭംഗിയായി നടത്താം എന്നാണ് എൻ്റെ ആഗ്രഹം. അതനുസരിച്ച് എൻ്റെ ഒപ്പം കൂട്ടുന്ന എല്ലാ കലാകാരന്മാരുടെയും സഹകരണം എനിക്കുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്. മേളം ഒരു കൂട്ടായ്മയാണ്. എല്ലാവരുടെ സഹകരണം ഉണ്ടെങ്കിലേ വിജയിക്കുകയുള്ളൂ. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഇലഞ്ഞിത്തറ മേളത്തിൽ പ്രമാണിയാകാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ടെന്നും അനിയന്മാരാർ അഭിപ്രായപ്പെട്ടു. കിഴക്കൂട്ട് അനിയന്മാരാരെയും ഭാര്യ ചന്ദ്രികയെയും ചടങ്ങിൽ ആദരിച്ചു. ഇലഞ്ഞിത്തറ മേളത്തിന് കിട്ടുന്ന പ്രാധാന്യം തിരുവമ്പാടിയുടെ പാണ്ടിമേളത്തിന് കിട്ടുന്നില്ലെന്ന് തിരുവമ്പാടി മേളപ്രമാണി ചേരാനെല്ലൂർ ശങ്കരൻകുട്ടിമാരാർ പറഞ്ഞു. തിരുവമ്പാടിയുടെ മേളം നല്ല രീതിയിൽ കൊട്ടാനായതിൽ ഏറെ സന്തോഷമുണ്ട്. ഇലഞ്ഞിത്തറ മേളം കൊട്ടാൻ ആഗ്രഹമുണ്ടോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ആഗ്രഹമുണ്ട് എന്നായിരുന്നു മേളപ്രമാണിയുടെ മറുപടി. മേളപ്രമാണി ചേരാനെല്ലൂർ ശങ്കരൻകുട്ടിമാരാരെയും ചടങ്ങിൽ ആദരിച്ചു. പ്രസ് ക്ലബ് പ്രസിഡന്റ് MB ബാബു, ജോയിന്റ് സെക്രട്ടറി B സതീഷ് എന്നിവരും മീറ്റ് ദ പ്രസിൽ പങ്കെടുത്തു.
TC വിനോസ്, തൃശൂർ. തൃശൂർ പൂരത്തിന് ആനപ്പുറമേറാൻ കോർപ്പറേഷൻ കൗൺസിലറും പനമുക്ക് ഡിവിഷൻ കൗൺസിലർ AR രാഹുൽനാഥാണ് പൂരങ്ങൾക്ക് ആനപ്പുറം കയറി ശ്രദ്ധേയനാകുന്നത്. ആനപ്പെരുമയില്ലാതെ എന്ത് തൃശൂർ പൂരം? തൃശൂർ പൂരത്തിന് ആനപ്പുറമേറുന്നതും ഒരു അന്തസ്സാണ്. എന്നോടൊപ്പമുള്ളത് ആനപ്പുറമേറുന്ന കോർപ്പറേഷൻ കൗൺസിലറാണ് AR രാഹുൽനാഥ്. രാഹുൽനാഥിനെ കുറിച്ചറിയാം. ആനഭ്രാന്ത് മൂത്ത് 14-ാം വയസ്സു മുതൽ ആനപ്പുറം കയറി തുടങ്ങിയതാണ് പനമുക്ക് ഡിവിഷൻ കൗൺസിലറായ AR രാഹുൽനാഥ്. 20 വർഷത്തോളമായി പൂരപ്പറമ്പുകളിൽ നിന്നും പൂരപ്പറമ്പുകളിലേക്കുള്ള ഓട്ടവും ആനപ്പുറം കയറലും തുടരുന്നു. കൗൺസിലറാണെങ്കിലും ചെണ്ടയ്ക്ക് കോലു വെക്കുന്നിടത്തെല്ലാം രാഹുൽനാഥ് എത്തും. കൗൺസിലർ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ആനപ്പുറത്തിനോടുള്ള സ്നേഹമോ അല്ലെങ്കിൽ പൂരത്തിനോടുള്ള സ്നേഹമൊന്നും ഒരു തരത്തിലും നമുക്ക് മാറ്റിവെക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് നമ്മളൊരു തൃശ്ശൂർക്കാരനാണ്. തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ പൂരങ്ങളുടെ ഒരു വലിയൊരു പൂരം നടക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ് നമ്മുടെ ജീവിതത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകിച്ച് കൗൺസിലർ അതിൻ്റെ പേരിൽ ഇതുവരെ മാറ്റി നിർത്തിയിട്ടില്ല. ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കൗൺസിലറായിരുന്നു, അതിന് മുന്നല്ലായിരുന്നു. അതിലൊന്നും വ്യത്യസ്തത തോന്നിയില്ല. ഇനി ഈ കൗൺസിലർ കഴിയുമ്പോഴും ഇത് തുടർന്നുകൊണ്ട് പോകണം എന്ന് തന്നെയാണ് എൻ്റെ ഏറ്റവും സന്തോഷകരം. ജീവിതത്തിൽ സന്തോഷമുള്ള ഒരു മനുഷ്യർക്ക്. തൃശൂർ പൂരം, ആറാട്ടുപുഴ, വൈക്കം, ഏറ്റുമാനൂർ, തുറവൂർ പെരുന്നാൾ തുടങ്ങി നിരവധി ഉത്സവങ്ങൾക്ക് ആനപ്പുറം കയറിയിട്ടുണ്ട് ഈ കൗൺസിലർ. ഒരു 20 വർഷത്തിന് മേലെ ആനപ്പുറം കയറാൻ തുടങ്ങിയിട്ട് വലിയൊരു അനുഭവം. സ്കൂളിൽ പഠിക്കുന്ന സമയം മുതൽ ആനപ്പുറം, ആറാട്ടുപുഴ, പെരുവനം, ഊരകം, അങ്ങനെ പല സ്ഥലങ്ങളിൽ, വൈക്കടക്കം പുറത്തുള്ള നമ്മുടെ ജില്ലകൾ വിട്ടിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി ആനപ്പുറം കയറിയിട്ടുണ്ട്. ആദ്യം ആനപ്പുറം കയറാന്നുള്ളൊരു ഇഷ്ടത്തിൻ്റെ പുറത്താണ്. പിന്നെ അത് ജീവിതത്തിൻ്റെ കുറച്ചൊരു പഠിക്കാൻ പോകുന്നതിന് വേണ്ടിയുള്ളൊരു സംവിധാനം കൂടിയായിരുന്നു. ഒരു സാമ്പത്തികത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ നേരിട്ട സമയത്ത്. പിന്നീട് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിർത്താനും തോന്നുന്നില്ല. എന്നാൽ മേളം ആസ്വദിക്കാനുള്ള ഏറ്റവും നല്ല ഒരു ഇരിക്കാൻ പറ്റുന്ന ഏറ്റവും സേഫ് സോണായിട്ടാണ് ഞാൻ കാണുന്നത് ആനപ്പുറത്തെ കുറിച്ച്. ഇപ്പോൾ തൃശ്ശൂർ പൂരം പോലും നടക്കുമ്പോൾ ഉണ്ടാകുന്ന സൗകര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം അതിൻ്റെ എലിഫൻറ്റ് സ്ക്വാഡുകൾ, SPC അടക്കം വരുന്ന എലിഫൻറ്റ് സ്ക്വാഡുകൾ വളരെ ചിട്ടവട്ടായിട്ട് ആളുകളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അതിനു വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കുന്നുണ്ട്. ആനപ്പുറം കയറുന്നതിന് പുറമെ കുറുക്കഞ്ചേരി അടക്കമുള്ള ഉത്സവങ്ങൾക്ക് കാവടിയാടാനും പൂരപ്രേമി കൂടിയായ രാഹുൽനാഥ് പോകാറുണ്ട്. തൃശ്ശൂർക്കാർക്ക് പൊതുവെ ആനപ്രേമം ഇത്തിരി കൂടുതലാണ്. ആ ആനപ്രേമത്തിന്റെ പുറത്താണ് AR രാഹുൽനാഥ് ചെറുപ്പം മുതൽ തന്നെ ആനപ്പുറം കയറാൻ തുടങ്ങിയത്. ഇപ്പോൾ കൗൺസിലറായിട്ട് പോലും ആനപ്പുറം കയറൽ തുടരുകയാണ്. ഇനി തൃശ്ശൂർ പൂരത്തിന് ആനപ്പുറം കയറാനുള്ള ഒരുക്കത്തിലാണ് AR രാഹുൽനാഥ്. ക്യാമറമാൻ അനന്തകൃഷ്ണനോടൊപ്പം ശ്രീകേഷ് വെള്ളാൻകര, TC വിനോസ്. പൂരങ്ങളുടെ പൂരത്തിന് വാദ്യവിരുന്നൊരുക്കാൻ മേളപ്രമാണികൾ ഒരുങ്ങി. പാണ്ടിയുടെയും പഞ്ചവാദ്യത്തിന്റെയും നാദവിസ്മയം കേൾക്കാൻ കാതോർത്ത് ശക്തന്റെ തട്ടകം. മേളങ്ങളുടെ മേളമായ ഇലഞ്ഞിത്തറ മേളത്തിനെ പ്രാമാണിത്വം വഹിക്കുന്നത് കിഴക്കൂട്ട് അനിയന്മാരാർ തന്നെ. ഏറെക്കാലം തിരുവമ്പാടിയുടെ മേളപ്രമാണിയായിരുന്ന കിഴക്കൂട്ട് അനിയന്മാരാർ പാറമേക്കാവിൽ പാണ്ഡിവിസ്മയത്തിന്റെ അമരക്കാരനാവുന്നത് 2023 മുതലാണ്. 79-ാം വയസ്സിൽ മേളത്തിന്റെ 62-ാം വർഷത്തിൽ എത്തി നിൽക്കുന്ന കിഴക്കൂട്ടിന്റെ മേളക്കൂട്ടിനായി കാതോർത്തിരിക്കുകയാണ് മേളാസ്വാദകർ. തിരുവമ്പാടിയുടെ പാണ്ഡിമേളത്തിന്റെ പ്രാമാണിത്വം ചേരാനെല്ലൂർ ശങ്കരൻകുട്ടി മാരാരുടെ കയ്യിൽ സുഭദ്രം. തുടർച്ചയായി 3-ാം വർഷമാണ് ചേരാനെല്ലൂർ തിരുവമ്പാടിയുടെ പാണ്ടിക്ക് അമരക്കാരനാവുന്നത്. പൊയ്ക്കാട്ടുപടി കുറുമ്പക്കാവിൽ 17-ാം വയസ്സിൽ തുടങ്ങിയ മേളപ്രമാണം ഇന്നും തുടരുന്നു. പാണ്ടിമേളത്തിന്റെ ചേരാനെല്ലൂർ ശൈലിക്കായി കാത്തിരിക്കുകയാണ് പൂരനഗരി. തിരുവമ്പാടി മഠത്തിൽ വരവ് പഞ്ചവാദ്യം പ്രാമാണിത്വം കോങ്ങാട് മധുവിനാണ്. 1982-ലാണ് കോങ്ങാട് മധു ആദ്യമായി മഠത്തിൽ വരവ് പഞ്ചവാദ്യത്തിന്റെ ഭാഗമാകുന്നത്. തിമിലയിൽ നാദ മധു പൊഴിക്കുന്ന കോങ്ങാട് മധുവിന്റെ പഞ്ചവാദ്യ വിസ്മയം ആസ്വദിക്കാൻ ഇത്തവണയും ആയിരങ്ങളെത്തും. പാറമേക്കാവിന്റെ രാത്രി പഞ്ചവാദ്യത്തിന്റെ പ്രമാണി ചോറ്റാനിക്കര നന്ദപ്പമാരാരാണ്. പാറമേക്കാവ് പഞ്ചവാദ്യത്തിന്റെ പ്രാമാണിത്വം ഈ 70-കാരനെ 3-ാം തവണയാണ്. 10-ാം വയസ്സിൽ തിമിലയിൽ അരങ്ങേറ്റം കുറിച്ച നന്ദപ്പമാരാരുടെ വാദ്യവിസ്മയത്തിനായി പൂരനഗരി കാത്തിരിക്കുന്നു. തൃശൂർ പൂരത്തിലെ വാദ്യസംഘത്തിൽ ഇത്തവണയും സ്ത്രീ സാന്നിധ്യമുണ്ടാകും. പൂക്കാട്ടിക്കര കാരമുക്ക് ഭഗവതിയുടെ എഴുന്നള്ളിപ്പിലെ പാണ്ടിമേളത്തിൽ കുറുങ്കുഴലുമായി ഹൃദയ എത്തും. താണിക്കുളം സ്വദേശിനി ഹൃദയ സുധീഷും മുളങ്ങുന്നത്തുകാവ് സ്വദേശിനി ശ്രീപ്രിയയും കഴിഞ്ഞ വർഷവും കുറുങ്കുഴൽ വായിച്ച് പൂരത്തിന്റെ ഭാഗമായിരുന്നു.
പനമുക്കുംപിള്ളി ദേശത്തിന്റെ ഭാഗമായാണ് അന്ന് ഇരുവരും വാദ്യസംഘത്തിലുണ്ടായിരുന്നത്. ഇത്തവണയും കുറുങ്കുഴലുമായി ഹൃദയുണ്ട്. കാരമുക്കിന്റെ പാണ്ഡ്യമേളത്തിലാകും ഹൃദയുടെ സ്ഥാനം. അജി പട്ടിക്കാടിന്റെ കീഴിൽ പരിശീലനം പൂർത്തിയാക്കി പൂരത്തിനൊരുങ്ങുമ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഹൃദയ. ഇപ്രാവശ്യം ഞാൻ തൃശ്ശൂർ പൂരത്തിനുണ്ട്. കഴിഞ്ഞ വട്ടം വായിച്ചത് കൊണ്ട് ഇപ്രാവശ്യം കുറച്ചും കൂടെ ധൈര്യമുണ്ട്. തൃശ്ശൂർ പൂരത്തിന് വായിക്കാൻ പറ്റണത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പൊ 2ാമത്തെ കൊല്ലം എനിക്ക് വായിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. താണിക്കുടം കുറിച്ചിക്കര കോഴിപ്പറമ്പിൽ സുധീഷിന്റെയും സിന്ധുവിന്റെയും മകളായ ഹൃദയ 4 വർഷമായി കുറുങ്കുഴൽ പരിശീലിക്കുന്നുണ്ട്. ഗിത്താറും ശാസ്ത്രീയ സംഗീതവും ഈ കലാകാരിക്ക് വഴങ്ങും. തൃശൂർ പൂരത്തിൽ ആനച്ചന്തത്തിന് അഴകു പകരാൻ ആലവട്ട ചാമരങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. പാരമ്പര്യ പൈതൃക തനിമയിൽ പുതുമ നിറഞ്ഞ ആനച്ചമയങ്ങളാണ് പൂരം നാളിൽ ആനപ്പുറമേറാൻ ഇത്തവണയും അണിയറയിൽ സജ്ജമാക്കിയിട്ടുള്ളത്. മറ്റു പൂരങ്ങളെ അപേക്ഷിച്ച് തൃശൂർ പൂരത്തിന് ഒരുക്കുന്ന ആലവട്ട ചാമരങ്ങൾക്ക് പ്രത്യേകതകളേറെയാണ്. ഓരോ വർഷവും പുതുമ നിറഞ്ഞ ആലവട്ട ചാമരങ്ങളാണ് തൃശൂർ പൂരത്തിൽ ആനപ്പുറമേറുക. തൃശൂർ പൂരത്തിന് വർണ്ണക്കൂടകൾക്കൊപ്പം പ്രധാനമാണ് ആലവട്ട ചാമരങ്ങൾ. പൂരം നാളിൽ കരിവീരിന് അഴകേറ്റുന്ന ആലവട്ടത്തിന്റെയും വെൺചാമരത്തിന്റെയും കൈപ്പിഴ കൂടാതെയുള്ള അവസാനഘട്ട മിനുക്കുപണിയിലാണ് പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങൾ. അരനൂറ്റാണ്ടിലധികമായി പാറമേക്കാവിനു വേണ്ടി ആലവട്ട ചാമരങ്ങളുടെ അമരസ്ഥാനത്തുള്ളത് ചാത്തനാത്ത മുരളീധരൻ മാഷാണ്. പാരമ്പര്യം കൈവിടാതെ പുതുമ നിറഞ്ഞ ആലവട്ടങ്ങളാണ് മാഷ് ഓരോ തവണയും പൂരത്തിനായി ഒരുക്കുക. ഈ വർഷത്തെ പുതുമ എന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ മടിയിലേക്കകത്ത് ഇരിക്കുന്നത് കോലം വയ്ക്കുന്ന ആനയുടെ കൂട്ടാനയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ആലവട്ടമാണ്. ഈ സ്പെഷ്യൽ ആലവട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നെറ്റിപ്പട്ടത്തിൻ്റെ മുക്കിണ്ടവും ചുരൽപ്പൊളിയും, അതുപോലെ തന്നെ 2ാമത്തെ വളയത്തിൽ മുന്തിരിവള്ളിയും അവസാനത്തെ വളയത്തിൽ മുന്തിരിവള്ളിയും അതിൽ ചെറിയ നഗവടവും കൂടി വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ആകർഷകമാക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് ഈ വർഷം നടത്തിയിരിക്കുന്നത്. എഴുന്നള്ളിക്കുന്ന ആനയുടെ ആലവട്ടത്തിൻ്റെ പ്രത്യേകത 16 പരമശിവന്റെ ശൂലം വെച്ചുകൊണ്ട് അതെല്ലാം സ്വർണ്ണമയമായിട്ട് ഉള്ള രീതിയിൽ ആണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ കോലത്തിൻ്റെ പൂവ് അതിനകത്ത് വെച്ചിട്ടുണ്ട്, അരിക്കവടി വെച്ചിട്ടുണ്ട്. സാധാരണ ആലവട്ടം എന്ന് പറഞ്ഞ 12 ജോഡിയിൽ ഇവിടെ പ്രധാനമായിട്ടും ശംഖും ഒറ്റത്തണ്ടും ആണ് മയിൽപ്പീലി കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ബാക്കിയുള്ളത് ഇടത്തരം നാഗപടം, അതുപോലെ തന്നെ ചില്ല്, ഒരു ഗോപിയുടെ ചില്ല്, അതും അതുപോലെ തന്നെ കമ്പിളി നൂലാണ് ഇതിനകത്ത് ചുറ്റിയിരിക്കുന്നത്. അത് ഇളം പച്ചയും അതുപോലെ തന്നെ പിങ്ക് കളറുള്ള കമ്പിളി നൂല് ചുറ്റിക്കൊണ്ട് 12 ജോഡി. 15 ജോഡി ആലവട്ടങ്ങളാണ് ഒരു വിഭാഗത്തിനുണ്ടാവുക. പൂരത്തിന് 4 മാസം മുൻപേ തന്നെ ആലവട്ട നിർമ്മാണം ആരംഭിക്കും. നടുവിലെ ആനയ്ക്ക് സ്പെഷ്യൽ ആലവട്ടവും ഇടത്തേ പറ്റും വലത്തേ പറ്റുമുള്ള ആനകൾക്ക് മറ്റാനകളിൽ നിന്നും വ്യത്യസ്തമായുള്ള ആലവട്ടങ്ങളുമാണ് നൽകുക. തിരുവമ്പാടിക്ക് വേണ്ടി കണിമംഗലം സ്വദേശി കടവത്ത് സുജിത്താണ് ആലവട്ട ചാമരങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ചെറുപ്പം മുതലേ അച്ഛനോടൊപ്പം ആലവട്ട ചാമര നിർമ്മാണത്തിൽ സജീവമായിരുന്ന സുജിത്ത് ഇത് 4ാം വർഷമാണ് തിരുവമ്പാടിക്ക് വേണ്ടി ആനച്ചമയ നിർമ്മാണത്തിൽ നേതൃസ്ഥാനം വഹിക്കുന്നത്. പൈതൃകമായി കിട്ടിയ ദൗത്യം ചിട്ട തെറ്റാതെ പുതുമകൾ സമ്മാനിച്ചാണ് ഇത്തവണയും ഒരുക്കിയിട്ടുള്ളത്. ഇപ്രാവശ്യം തിരുവമ്പാടിക്ക് 15 ജോഡിയും ആലോട്ടങ്ങളുടെയും പണി ഏകദേശം പൂർത്തീകരിച്ചു. മെയിൻ നടുക്കിൽ നിൽക്കുന്ന ആനയ്ക്കാണ് സ്പെഷ്യൽ ആലോട്ടങ്ങളായിട്ട് പണിതിട്ടുള്ളത്. ഒരു ചന്ദ്രക്കല രൂപത്തിലാണ് അതിൻ്റെ പണി. ചന്ദ്രക്കല കൂടാതെ ഒരു സ്പെഷ്യൽ പൂക്കളാണ് എല്ലാം പിടിപ്പിച്ചിട്ടുള്ളത്. പിന്നെ സാധാരണ ആലോട്ടാണെങ്കിൽ മയിൽപ്പീലി തണ്ടാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്. അത് എല്ലാ പൂക്കളും അതുമേ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രത്യേകതയാണ്. പിന്നെ ഇടത്തെ കൂട്ടിനും വലത്തെ കൂട്ടിനും അതേപോലെ ഒരു വ്യത്യസ്ത മാതൃകയിൽ ഗോളാകൃതിയിലുള്ള ഒരു ഡിസൈനിലാണ് പണിതിട്ടുള്ളത്. ആലവട്ടം പോലെ തന്നെ വ്യത്യസ്തമാണ് തൃശൂർ പൂരത്തിന് വെൺപ്രഭ ചൊരിയുന്ന വെഞ്ചാമരങ്ങളും. സാധാരണ പൂരങ്ങളിൽ നിന്ന് വിഭിന്നമായി തൃശൂർ പൂരത്തിന് ഉപയോഗിക്കുന്ന ചാമരങ്ങൾക്ക് 6 കിലോയോളം തൂക്കം വരും. എഴുന്നള്ളിപ്പുകളിൽ മേളത്തിനും പഞ്ചവാദ്യത്തിനും താളാത്മകമായി വീശുന്ന ആലവട്ട ചാമരങ്ങൾ പൂരാവേശം കാണികളിൽ ആവോളം നിറയ്ക്കുന്നതാണ്. പാണ്ഡ്യമേളത്തിന്റെ രൗദ്രതയിൽ തൃശൂർ പൂരം കൊട്ടിക്കയറുമ്പോൾ ആനപ്പുറമേറുന്ന ആലവട്ട ചാമരങ്ങൾ കാണികൾക്ക് സമ്മാനിക്കുന്നത് പൂരത്തിന്റെ മതിവര കാഴ്ചകളാണ്. പാറമേക്കാവിന്റെയും തിരുവമ്പാടിയുടെയും അണിയറയിൽ ആലവട്ട ചാമരങ്ങൾ സജ്ജം. ഇനി കാത്തിരിപ്പാണ്, പൂരങ്ങളുടെ പൂരത്തിനായുള്ള കാത്തിരിപ്പ്. ക്യാമറമാൻ ഷിബി പോട്ടോറിനൊപ്പം ലിറ്റി ജെയ്സൺ, TCV ന്യൂസ്. പൂരം വരവായി
നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് NTC ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ഇത് വെറും വിശ്വാസമല്ല, ഉറപ്പാണ്. ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. കോ സ്പോൺസേഡ് ബൈ ജോൺസ് ഹോണ്ട കാർസ്, സ്കൂട്ടേഴ്സ് ആൻഡ് ബൈക്സ്, തൃശൂർ. നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കും. KSFE ഹാർമണി ചിറ്റ്സ്. മെഗാ സമ്മാനം 100 പേർക്ക് സിംഗപ്പൂർ യാത്ര. ശാഖാതല സമ്മാനം 25,000 പേർക്ക് 1,500 രൂപയുടെ ഫ്യൂവൽ കാർഡ്. വടക്കാഞ്ചേരി നഗരസഭ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. മെയ് 20-ന് മുൻപായി മഴക്കാല പൂർവ്വ ശുചീകരണത്തോടനുബന്ധിച്ചുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കുന്നതിന് യോഗം തീരുമാനിച്ചു. പകർച്ചവ്യാധി തടയുന്നതിന്റെ ഭാഗമായി ജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്തുന്നതിനും മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ ആവശ്യമായ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും യോഗം തീരുമാനിച്ചു. യോഗത്തിൽ നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PR അരവിന്ദാക്ഷൻ, ജമീല ബി, സ്വപ്ന ശശി, CV മുഹമ്മദ് ബഷീർ, കൗൺസിലർമാർ, നഗരസഭാ സെക്രട്ടറി KK മനോജ്, ക്ലീൻ സിറ്റി മാനേജർ ജിതേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കോൺഗ്രസ് നേതാവും അന്തിക്കാട് ഫർക്ക തൃശൂർ താലൂക്ക് ദേശീയ ചെത്ത് തൊഴിലാളി യൂണിയൻ പ്രസിഡന്റുമായിരുന്ന MK കുട്ടന്റെ നിര്യാണത്തിൽ അന്തിക്കാട് ചെത്ത് തൊഴിലാളി യൂണിയൻ ഓഫീസിൽ ചേർന്ന യോഗം അനുശോചിച്ചു. ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി KK പ്രകാശൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. DCC മുൻ പ്രസിഡന്റ് ജോസ് വള്ളൂർ, ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് PV രാമദാസ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KB രാജീവ്, VK മോഹനൻ, MB സജീവൻ, ജോർജ് അരിമ്പൂർ, KK ധർമ്മരാജൻ, യോഗനാഥൻ കരിപ്പാറ തുടങ്ങിയവർ സംസാരിച്ചു. തോളൂർ പഞ്ചായത്തിൽ കുളമ്പ് രോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി പശുക്കൾക്കുള്ള പ്രതിരോധ വാക്സിൻ വിതരണോദ്ഘാടനം നടന്നു. തോളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി പ്രതിരോധ വാക്സിൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷീന വിൽസൺ അധ്യക്ഷത വഹിച്ചു. വെറ്ററിനറി ഡോക്ടർ P രമ്യ, പഞ്ചായത്ത് അംഗം ഷീന തോമസ്, അസിസ്റ്റന്റ് ഫീൽഡ് ഓഫീസർ M ഷീന, ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രം വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ 149-ാം മധ്യസ്ഥ തിരുനാൾ സ്മരണിക പ്രകാശനം ചെയ്തു. റക്ടർ ഫാദർ ഡോക്ടർ ആന്റണി ചെമ്പകശ്ശേരി സ്മരണികയുടെ പ്രകാശനം നിർവഹിച്ചു. പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ ജോൺ O പുലിക്കോട്ടിൽ അധ്യക്ഷനായി. അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ഗോഡ്വിൻ കിഴക്കൂടൻ, ഫാദർ ലിവിൻ കുരുതുകുളങ്ങര, മാനേജിംഗ് ട്രസ്റ്റി OJ ഷാജൻ, NJ ലിയോ എന്നിവർ സംസാരിച്ചു. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ച് നീലങ്കാവിൽ ഫാമിലി അസോസിയേഷൻ പാവറട്ടി യൂണിറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടപ്പിലാക്കുന്ന 149 സൗജന്യ ഡയാലിസിസ് പദ്ധതിക്ക് തുടക്കമായി. പാവറട്ടി തീർത്ഥകേന്ദ്രം റക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി സൗജന്യ ഡയാലിസിസ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. നീലങ്കാവിൽ ഫാമിലി അസോസിയേഷൻ പാവറട്ടി യൂണിറ്റ് പ്രസിഡന്റ് NJ ജെയിംസ് അധ്യക്ഷനായി. NJ ലിയോ, റാഫി നീലങ്കാവിൽ, ഡോക്ടർ ബാസ്റ്റിൻ വർക്കി, മാർട്ടിൻ ലൂയിസ്, ഷീബ തോമസ്, റോയ് ജേക്കബ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് പാവറട്ടി സാന്റ് ജോസ് പാരിഷ് ഹോസ്പിറ്റലിലേക്ക് മരുന്നുകൾ കൈമാറി. വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി 10 വയസ്സുകാരൻ തരുൺ. യോഗയിലെ ഇന്റർമീഡിയറ്റ് ആസനങ്ങളിൽപ്പെട്ട സ്കെയിൽ പോസ് എന്നറിയപ്പെടുന്ന തോലാസന 10 മിനിറ്റും 35 സെക്കൻഡും ബാലൻസ് ചെയ്തു നിന്നതാണ് തരുണിനെ അഭിമാന നേട്ടത്തിന് അർഹനാക്കിയത്. മാസ്റ്റർ മുഹമ്മദ് സുഹൈൽ വാഫിയുടെ ശിക്ഷണത്തിൽ കൂളിമുട്ടം നെടുമ്പറമ്പ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അപ്സ്കിൽ ട്രെയിനിംഗ് ഹബ്ബിൽ നിന്ന് ഷാവോലിൻ കുൻഫു മാർഷൽ ആർട്സിലും സെൽഫ് ഡിഫൻസിലും യോഗയിലും സ്കിൽ ട്രെയിനിങ്ങിലും പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്ന തരുൺ ആസ്ട്രിയ സ്പോർട്സ് ക്ലബ് ഓഫ് ഇന്ത്യയും ഷാവോലിൻ കുൻഫു മാർഷൽ ആർട്സ് റിസർച്ച് സെന്റർ ഓഫ് ഇന്ത്യയും സംയുക്തമായി സംഘടിപ്പിച്ച 8ാമത് സ്റ്റേറ്റ് ലെവൽ ഓപ്പൺ കുൻഫു ഫൈറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ 21 കിലോ വിഭാഗത്തിൽ ഗോൾഡ് മെഡൽ നേടിയിരുന്നു. കളരിപ്പറമ്പ് UP സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയായ തരുൺ മതിലകം കളരിപ്പറമ്പ് വെളിയത്ത് വീട്ടിൽ സുധീഷ് ശരണ്യ ദമ്പതികളുടെ മകനാണ്. TCV കയ്പമംഗലം. കാവ്യശിഖയുടെ സംസ്ഥാന ശില്പശാലയായ കതിർ സാഹിത്യ ശില്പശാല 9, 10, 11 തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ തൃശൂരിൽ അറിയിച്ചു. 3 ദിവസങ്ങളിലായി കേരളവർമ്മ കോളേജിൽ നടക്കുന്ന ശില്പശാലയിൽ 150ഓളം പേർ പങ്കെടുക്കും.
9 ഉച്ചതിരിഞ്ഞ് 2 ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും. കാവ്യശിഖ ഓൺലൈൻ മാസികയുടെ പ്രകാശനം പി ബാലചന്ദ്രൻ MLA നിർവഹിക്കും. ഫോട്ടോഗ്രാഫി പ്രദർശനം, ആദരണം, കലാപരിപാടികൾ, പുസ്തക പ്രകാശനം എന്നിവ ഇതോടൊപ്പം നടക്കും. കാവ്യശിഖ ഡയറക്ടർ ഡോക്ടർ സി രാവുണ്ണി, ഡോക്ടർ സുഭാഷിണി മഹാദേവൻ, ജയറാം വാഴൂർ, ചാക്കോ ഡി അന്തിക്കാട്, സുഭാഷ് പോണോളി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. തൃശൂർ പൂരത്തോടനുബന്ധിച്ച് പൂരനഗരിയിൽ സേവനവുമായി സേവാഭാരതി. ഇത്തവണ പൂരനഗരിയിൽ മെഡിക്കൽ എയ്ഡ് പോസ്റ്റ്, 9 കേന്ദ്രങ്ങളിലായി ഔഷധ കുടിവെള്ള വിതരണ കേന്ദ്രങ്ങൾ, ആംബുലൻസ് സർവീസ്, 2 ഇടങ്ങളിൽ സൗജന്യ ഭക്ഷണ വിതരണം, ഇൻഫർമേഷൻ സെന്ററുകൾ എന്നിവ ഒരുക്കുമെന്ന് ഭാരവാഹികൾ തൃശൂരിൽ അറിയിച്ചു. അടിയന്തര ഘട്ടങ്ങളിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ നിന്ന് പ്രത്യേക പരിശീലനം ലഭിച്ച 500 വളണ്ടിയർമാരടക്കം 1000 വളണ്ടിയർമാരെ വിന്യസിക്കും. സേവാഭാരതി സംസ്ഥാന സെക്രട്ടറി കെ സുരേഷ് കുമാർ, പൂരം സ്വാഗത സംഘം ചെയർമാൻ CB രാമദേവൻ, വർക്കിംഗ് ചെയർമാൻ രാജൻ നമ്പ്യാർ, ജനറൽ കൺവീനർ കെ ഗീത, വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഋഷിൻ സുമൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കൊണ്ടാഴി പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി കുടുംബങ്ങൾക്ക് വാട്ടർ ടാങ്ക് വിതരണം ചെയ്തു. കൊണ്ടാഴി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ നാരായണൻകുട്ടി വിതരണോദ്ഘാടനം നിർവഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു തടത്തിവിള അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ കെ സുദേവൻ, ഒ പ്രേമലത, ശിവൻ വീട്ടിക്കുന്ന്, മാലതി തച്ചാറാക്കൽ, പി രാജേഷ് എന്നിവർ സംസാരിച്ചു. അന്താരാഷ്ട്ര ഡിജിറ്റൽ ഫെസ്റ്റിവലിലേക്ക് കോലഴി ചിന്മയ വിദ്യാലയത്തിലെ +2 വിദ്യാർത്ഥിയായ VS നന്ദകിഷോർ തെരഞ്ഞെടുക്കപ്പെട്ടതായി സ്കൂൾ മാനേജ്മെന്റ് ഭാരവാഹികൾ തൃശൂരിൽ അറിയിച്ചു. ഈ മാസം 10-നാണ് ഫെസ്റ്റ്. ദേശീയ തലത്തിലടക്കമുള്ള വിവിധ ഫെസ്റ്റുകളിൽ വിജയിയാണ് VV സജിയുടെയും ശ്രുതിയുടെയും മകനായ നന്ദകിഷോർ. ചിന്മയ വിദ്യാലയ പ്രിൻസിപ്പൽ M ബിനി, ചിന്മയ മിഷൻ ട്രസ്റ്റി KE ഉഷ, ഹരികൃഷ്ണൻ, K സാജൻ, VS നന്ദകിഷോർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ലോകമാധ്യമ സ്വാതന്ത്ര്യ ദിനാചരണത്തിന്റെ ഭാഗമായി കേരള ജേർണലിസ്റ്റ് യൂണിയൻ സെമിനാർ സംഘടിപ്പിച്ചു. മാധ്യമ സ്വാതന്ത്ര്യം അന്നും ഇന്നും എന്ന വിഷയത്തിൽ സെമിനാർ മുൻ വാർത്താ അവതാരകൻ R ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് TG സുന്ദർലാൽ അധ്യക്ഷനായി. കേരള ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന ട്രഷറർ EP രാജീവ്, സെക്രട്ടറി ബിജോയ് പെരുമാട്ടിൽ, ജോസ് വാവേലി, സ്റ്റാൻലി K സാമുവൽ, ഷാൻഡി ജോസഫ് തട്ടകത്ത്, AV പ്രകാശ് എന്നിവർ സംസാരിച്ചു. മുണ്ടത്തിക്കോട് ഫ്രണ്ട്സ് സ്വയം സഹായത്തിന്റെ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ അഖില കേരള വോളിബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ടൂർണമെന്റിന്റെ സമാപന സമ്മേളനം UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് K അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. ഇന്ത്യൻ വനിതാ വോളി സായ് കോച്ചും പുതുരുത്തി സ്വദേശിയുമായ അസിസ്റ്റന്റ് പ്രൊഫസർ സദാനന്ദൻ, വോളിബോൾ അസോസിയേഷൻ തൃശൂർ ജില്ലാ പ്രസിഡന്റ് ശിവകുമാർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പഴുവിൽ വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥകേന്ദ്രത്തിലെ ഊട്ടുതിരുനാളിനോടനുബന്ധിച്ചുള്ള ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ MLA CC മുകുന്ദൻ നിർവഹിച്ചു. മതസൗഹൃദ കൂട്ടായ്മയിൽ പഴുവിൽ ഫൊറോന വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ, അസിസ്റ്റന്റ് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, പഴുവിൽ വെസ്റ്റ് ജുമാ മസ്ജിദ് മഹൽ ഖത്തീബ് ഷാഹുൽ ഹമീദ് ദാരിമി തുടങ്ങിയവർ പങ്കെടുത്തു. CPI കൊടുങ്ങല്ലൂർ മണ്ഡലം സമ്മേളനത്തിന് കൊടുങ്ങല്ലൂരിൽ തുടക്കമായി. കാവിൽക്കടവിൽ സ്മൃതി ജാഥ സംഗമവും തുടർന്ന് വളണ്ടിയർ മാർച്ചും ലോകമലേശ്വരം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പ്രകടനവും നടന്നു. തുടർന്ന് നടന്ന കമ്മ്യൂണിസ്റ്റ് സംഗമം CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. VR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. KG ശിവാനന്ദൻ, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ചന്ദ്രശേഖരൻ, TK സുധീഷ് എന്നിവർ സംസാരിച്ചു. കൊടകര കനകമല സെന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ സെബാസ്റ്റ്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിക്കുന്നു. തിരുകർമ്മങ്ങൾക്ക് ഇരിങ്ങാലക്കുട രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് മാളിയേക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തീർത്ഥാടന കേന്ദ്രം അസിസ്റ്റന്റ് വികാരി ഫാദർ റെയ്സൻ തട്ടിൽ, ഫാദർ ഡേവിസ് വെളിയൻ എന്നിവർ സഹകാർമ്മികരായിരുന്നു. തുടർന്ന് വിശുദ്ധരുടെ തിരുസ്വരൂപവും തിരുശേഷിപ്പും പൊന്നാവും വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം നടന്നു.
പൊതു സെൻസസിനോടൊപ്പം ജാതി സെൻസസ് നടപ്പാക്കുമെന്നുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനം അവ്യക്തതകൾ നിറഞ്ഞതാണെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി പറഞ്ഞു. സാഹോദര്യ കേരള പദയാത്രയുടെ കയ്പമംഗലം മണ്ഡലം പദയാത്രയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൊതുസമ്മേളനം വെൽഫെയർ പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് KA ഷെഫീഖ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കമ്മിറ്റി അംഗം KM ഷെഫ്രിൻ, പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് EA റഷീദ്, വെൽഫെയർ പാർട്ടി ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം KK ഷാജഹാൻ, നവാസ് എടവിലങ്ങ്, ഫസീല ഹനീഫ് എന്നിവർ സംസാരിച്ചു. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതിൻ്റെ അധ്യക്ഷന്മാരും യാത്രകൾ നടത്തുക എന്നുള്ളത് പുതുമയുള്ള ഒരു തെക്കുംകര മലാക്ക ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ ഉദ്ഘാടനവും OP സേവനങ്ങളുടെ ഡിജിറ്റലൈസേഷനും തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് E ഉമാലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. DPM ഡോക്ടർ നിഖില, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VC സജീന്ദ്രൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സബിത സതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. തിരുവില്ലാമല പഞ്ചായത്തിലെ നെൽകർഷകർക്ക് സൗജന്യമായി വിത്ത് വിതരണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M ഉദയൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കൃഷി ഓഫീസർ MC വിവേക്, കൃഷി അസിസ്റ്റന്റ് ബിനായ്, കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരായ റാണി, സജിത തുടങ്ങിയവർ പങ്കെടുത്തു. SSKയുടെ സ്റ്റാർസ് പദ്ധതി പ്രകാരം ചെമ്പൂച്ചിറ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിക്കുന്ന വർണ്ണക്കൂടാരത്തിന്റെ ശിലാസ്ഥാപനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം ജിഷ ഹരിദാസ്, PTA പ്രസിഡന്റ് PS പ്രശാന്ത്, വിദ്യാലയ വികസന സമിതി ചെയർമാൻ T ബാലകൃഷ്ണ മേനോൻ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് NS വിദ്യാധരൻ, കൊടകര BPC VB സിന്ധു, TB ശിഖാമണി, പ്രിൻസിപ്പൽ T സതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള കുന്നംകുളം യൂണിറ്റിന്റെ വാർഷിക സമ്മേളനവും കുടുംബസംഗമവും മെയ് 5-ന് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് അറിയിച്ചു. സമ്മേളനം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്യും. പ്രസിഡന്റ് CD റോയ്, സെക്രട്ടറി PG വിശാൽ, ട്രഷറർ VG യേശുദാസ്, CK ഷാജി, KP ഷിബുകുമാർ, PP ജോസ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മായന്നൂർ കലങ്കണ്ടത്തൂർ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നടത്തിവരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞം നാളെ സമാപിക്കും. ഭാഗവതരത്നം അരവിന്ദാക്ഷൻ നെടുങ്ങാടിയാണ് യജ്ഞാചാര്യൻ. 5-ാം ദിവസമായ വെള്ളിയാഴ്ച രുക്മിണി സ്വയംവര ചടങ്ങുകൾ നടന്നു. രുക്മിണി സ്വയംവര ഘോഷയാത്രയ്ക്ക് ശേഷം കലങ്കണ്ടത്തൂർ തിരുവാതിരക്കളി സംഘം അവതരിപ്പിച്ച തിരുവാതിരക്കളിയും നടത്തി. യജ്ഞ സമർപ്പണത്തോടുകൂടിയാണ് ജ്ഞാനയജ്ഞത്തിന് സമാപനമാകുക. ഇനി സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,755 രൂപ, പവന് 70,040 രൂപ, വെള്ളി ഗ്രാമിന് 107 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,372 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. പൂരത്തിനൊരുങ്ങി തൃശൂർ നഗരം. ചമയ പ്രദർശനവും സാമ്പിൾ വെടിക്കെട്ടും നാളെ. സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി പൂരനഗരിയിൽ മോക്ക് ഡ്രിൽ നടത്തി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ടായ ദുരന്തത്തിന് കാരണം സർക്കാരിന്റെ പിടിപ്പുകേടാണെന്ന് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ. വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടന ചടങ്ങിൽ നിന്നും UDF വിട്ടുനിന്നത് ആന മണ്ടത്തരമെന്നും സുരേന്ദ്രൻ. 180 ഗ്രാം MDMA-യുമായി 2 പേർ കൊടകരയിൽ പോലീസ് പിടിയിൽ. മയക്കുമരുന്ന് എത്തിച്ചിരുന്നത് ബാംഗ്ലൂരിൽ നിന്നും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത
നിങ്ങൾക്കായി സമർപ്പിച്ചത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം.